ഓണം സീസണിൽ ബ്രാൻഡ് കൊലാബറേഷനിലൂടെയും ഇവന്റുകളുടെയും ലൈലൈറ്റിൽ സജീവമായിരിക്കുകയാണ് അഹാന കൃഷ്ണയും കുടുംബവും. ഒന്നിനു പിറകെ ഒന്നായി അഹാന ആഡുകൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുമുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ഇവർ ആഡ് ചെയ്യുന്നത് മുൻപത്തെക്കാൾ വലിയ ബ്രാൻഡുകളാണ്. ഇന്ന് മുൻനിര സിനിമാ താരങ്ങൾക്ക് പോലും ഇത്രയധികം പരസ്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അഭിപ്രായമുണ്ട്. ഓണക്കാലമായാൽ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ മലയാളികൾ കാണുന്നത് മുഖം നടി മഞ്ജു വാര്യരുടേതാണ്. കറി പൗഡർ, ജ്വല്ലറി, ഹോം ആക്സസറീസ്, സോപ്പ് തുടങ്ങി തുടരെ ആടുകളുമായി മഞ്ജു ഇത്തവണയും ഓണക്കാലം പണം വാരിക്കൂട്ടുകയാണ്. ഇതേക്കുറിച്ചും പലപ്പോഴുമായി ട്രോളുകളും വരാറുണ്ട്. എന്നാൽ ട്രോളുകളിൽ ആസ്വദിക്കുന്ന ആളാണ് മഞ്ജു. ഒരിക്കൽ ഇത്തരം ട്രോളുകളൊന്ന് നടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മഞ്ജു അടക്കി വാഴുന്ന തട്ടകത്തിലാണ് കേരളത്തിലെ ഓണക്കാല പരസ്യങ്ങൾ. ഇവിടെ ഇപ്പോഴുള്ള പ്രബല സാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന അഹാന കൃഷ്ണയും അഹാനയേക്കാൾ താരമൂല്യവും മാർക്കറ്റ് വാല്യൂവുമുള്ള നടിമാർ മോളിവുഡിലുമുണ്ട്. എന്നാൽ ഇവർക്ക് പോലും ഇത്രയധികം ആളുകൾ കിട്ടുമോ എന്ന സംശയമുണ്ട്. സിനിമാ താരങ്ങളുടെ നിരയിലേക്ക് ഇൻഫ്ലുവൻസർമാർ കടന്നുവരവിന്റെ ഉദാഹരണമാണ് ഈ സാഹചര്യം. എന്നാൽ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒരിക്കലും അഹാനയ്ക്ക് ഈ മേഖലയിൽ മത്സരിക്കാൻ പറ്റില്ല. കോടികൾ കൊടുത്താൽ മഞ്ജുവിനെ വമ്പൻ ബ്രാൻഡുകൾ തങ്ങളുടെ മുഖമാക്കുന്നത്. മഞ്ജുവിനെ ജനങ്ങൾക്കിടയിലുള്ള സാന്നിധ്യം അത്രത്തോളം വലുതാണ്. നേരത്തെ കാവ്യമാധവനും അഹാന കൃഷ്ണയും ബിസിനസ് രംഗത്തേക്ക് മത്സരിക്കുന്നു എന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് സിയ എന്ന പേരിൽ സാരിയുടെ ബിസിനസ്സായ അഹാനയും കുടുംബം തുടക്കമിട്ടത്. കാവ്യ ഈ മേഖലയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തുന്നുമുണ്ട്. സ്വന്തമായി ഷോപ്പും കാവ്യയ്ക്കുണ്ട്. ഓണം സീസണിൽ കാവ്യയും അഹാനയും സാരികൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി. കാവ്യയ്ക്ക് വേണ്ടി മീനാക്ഷി ദീലിയും മോഡലായപ്പോൾ അഹാനയും സഹോദരിമാരെയും അമ്മയും സ്വന്തം സാരികൾക്ക് മോഡലായി. ഇത് മത്സരമാണ് നെറ്റിസൻസ് കണ്ടത്. അച്ഛൻ അടുത്തിടെ മരിച്ചതിനാൽ കാവ്യ ഫോട്ടോഷൂട്ടുകളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. ആടുകൾക്ക് പുറമെ ഓണക്കാലത്ത് ബ്ലോഗിലൂടെയും അഹാനയും കുടുംബവും വരുമാനമുണ്ടാക്കുന്നു. താരകുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പരസ്യമേഖലയിൽ ഇൻഫ്ലുവൻസർമാർ ഇത്രത്തോളം വലിയ സാന്നിധ്യമായത്. ഇത് ഈ മേഖലയിൽ പരമ്പരാഗത പല രീതികൾക്കും മാറ്റം വരുത്തി. ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സമീപിക്കുന്ന ബ്രാൻഡിന് ഇന്ന് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നു. വ്യത്യസ്തമായ റീലുകളുടെയും പ്രൊഡക്റ്റുകളെയും പ്രൊമോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസർക്ക് കഴിയുന്നുമുണ്ട്.